അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ അവസ്ഥയെ ആലോചിച്ച് ഷിഫക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അവൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, പാവമായിരുന്നു നുസൈബ. എന്തപ്പോൾ ചെയ്യുക? അവളിപ്പോൾ ക്ലാസ്സിന് പോലും വരുന്നില്ല. അവളാകെ ടെൻഷനിലാണ്. മോളെ, അതുണ്ടാവും. കാരണം കെട്ടിയ ഭർത്താവല്ലേ. എന്തൊക്കെ തന്നെയായാലും അവരൊഴിവാക്കാൻ പറയുമ്പോൾ അത് ഏതൊരു പെണ്ണിനും സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. എന്ത് ചെയ്യുക? പാവം ആ കുട്ടിക്ക് പഠിച്ചോൻ ക്ഷമ നൽകട്ടെ. ഉമ്മ, അതൊക്കെ ശരിയാണ്. പക്ഷേ എക്സാം അടുത്ത ഈ ഒരു സമയത്താണ് അവൾ ആ വാർത്ത അറിഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്തപ്പോൾ ചെയ്യുക? എക്സാം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ആ പാവപ്പെട്ട കുടുംബത്തിന് അത് വല്ലാത്തൊരു വേദനയായിരിക്കും. അവൾക്ക് അത് മുഴുവനായും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും വിചാരിച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നഷ്ടം തന്നെയാണ് അവർക്ക്. ആ ഒരു കുടുംബത്തിൻ്റെ അത്താണി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പിതാവ് മാത്രമാണ്. അവർക്കാണെങ്കിൽ സുഖമില്ലാത്തൊരവസ്ഥയുമാണ്. പിന്നെയുള്ളത് ഈ പെൺമക്കളല്ലേ. അതിൽ മുതിർന്നവളായിട്ടുള്ളത് നുസൈബയാണ്. വീണ്ടും വീടിനൊരു കരുത്ത് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കേണ്ടത് അവളല്ലേ. എന്തപ്പോൾ ചെയ്യാം? പാവം. മോളെ, ശരിയാണല്ലേ. നമ്മളെക്കൊണ്ട് എന്തെങ്കിലും സഹായമൊക്കെ കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൊടുക്കായിരുന്നില്ലേ നമുക്ക്? ഉമ്മ, ഹേയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് കിട്ടുന്നുണ്ട് അവളെ കെട്ടിയ ഭർത്താവിൻ്റെ ഉമ്മയിൽ നിന്ന്. അത് അവർ നല്ല രീതിയിൽ സഹായിക്കുന്ന സ്ത്രീയാണ്. നല്ല രീതിയിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഉമ്മ, എത്രയൊക്കെ തന്നെയായാലും അതിപ്പോൾ വീട്ടിലുള്ള ആളുകൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന ക്യാഷ് പോലെ ആവില്ലല്ലോ. ഒരാളടുത്തു നിന്ന് കിട്ടുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവില്ലേ? അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തൊക്കെ തന്നെയായാലും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നിങ്ങൾക്ക്, നിങ്ങൾ എന്താവശ്യമുണ്ടെങ്കിലും പറയണം എന്നൊക്കെ. പക്ഷേ വീട്ടിലുള്ള ഉപ്പമാരുടെ കയ്യിൽ അല്ലെങ്കിൽ ആങ്ങളമാരുടെ കയ്യിൽ ഒക്കെ വീട്ടിലത്തെ ആളുകളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ പിന്നെ ഒരു കഥയായിരിക്കും ഓരോ കഥ. ശരിയാണല്ലോ മോളെ. ഉമ്മ, നമുക്കൊന്ന് പോയി വന്നാലോ അവിടെ? മോളെ, നമ്മളിപ്പോൾ ചെല്ലുന്നത് അതവർക്ക് ഇഷ്ടാവോ? അതും ഈ ഒരു അവസ്ഥയിൽ അവൾ സ്കൂളിലൊന്നും പോകാതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു പക്ഷേ അങ്ങോട്ട് ചെന്നാൽ? ഉമ്മ, അങ്ങനെയൊന്നുമില്ല. എനിക്കവളെ കാണാൻ വല്ലാതെ കൊതി തോന്നുകയാണ്. മോളെ, നിന്നെ കാണുമ്പോൾ അവൾക്ക് ചിലപ്പോൾ ഒന്നും കൂടി വിഷമം ഉണ്ടാവും. ഉമ്മ, അല്ലമ്മ, നമുക്കൊന്ന് പോയി കാണാം, അതല്ലേ നല്ലത്. ആയിക്കോട്ടെ മോളെ, എന്നാൽ ഞാൻ ഇപ്പാനോടൊന്ന് വിളിച്ച് പറയട്ടെ കേട്ടോ. പിന്നെ ഒരു വണ്ടി വിളിച്ച് നമുക്ക് പോകാം. അല്ല, നിനക്കിപ്പോൾ വഴി അറിയോ? ഓളെ വീട്ടിലേക്കുള്ള ആ സ്ഥലമൊക്കെ അറിയാം. പിന്നെ അവരുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് അധികമൊന്നും ദൂരമില്ല എന്നൊക്കെയാണ് അവൾ പറഞ്ഞിരുന്നത്. സ്ഥലമൊക്കെ പറഞ്ഞു തന്നിരുന്നു അവളെനിക്ക്. അങ്ങനെ പിന്നെ അവളെ ഫോണിലേക്കൊന്ന് വിളിച്ചാൽ മതിയല്ലോ. ലൊക്കേഷൻ ഒന്ന് വിട്ട് തന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ ഷിഫയും അവരുടെ ഉമ്മയും അതാ നുസൈബയുടെ വീട്ടിലേക്ക് പോകുന്നു. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ അവരുടെ പടിക്കലേക്ക് ആ ഓട്ടോ കയറി വരുന്നു. അനിയത്തി കുട്ടികൾ ഓടി വന്നു. ഉമ്മ, നമ്മളെ വീട്ടിലേക്കൊരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. പഠിച്ചവനെ, ആരാണ് ഈ സമയത്ത്? ഉമ്മ അങ്ങോട്ട് ചെന്ന് നോക്കി. ഇതറിയാത്ത ആരോ ആണല്ലോ. മോളെ, നുസൈബ, മോളെ, ഒന്നിങ്ങോട്ട് വന്നേ, നോക്കടി ഇതാരാന്ന്. അവർ ഓട്ടോ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ നുസൈബ, പഠിച്ചവനെ, ഷിഫയും അവളുടെ ഉമ്മയും ആയിരിക്കും. നുസൈബ ഓടി ഷിഫയുടെ അടുക്കലെത്തി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല ഷിഫ, നിനക്ക് എങ്ങനെ? അതെടേ, ഇന്ന് എനിക്കിങ്ങനെ ആഗ്രഹം തോന്നുന്നു നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ വരി, കയറിയിരിക്കി. ഉമ്മ, ഇത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കണ ഷിഫ, ഇത് അവരുടെ ഉമ്മയാണ്. തന്നെ? മാഷാ അല്ലാ, കയറിക്കോളി, എന്നാൽ ഇരിക്കി. ഷിഫയുടെ ഉമ്മ നുസൈബയോട് പറഞ്ഞു, അല്ല മോളെ, എന്തൊക്കെ പഠനങ്ങളൊക്കെ? ക്ലാസ് കഴിഞ്ഞു തുടങ്ങിയല്ലോ, പിന്നെ എക്സാം ആയല്ലോ, മോളിപ്പോൾ വരലില്ലേ? അതിൽ നുസൈബയുടെ ഉമ്മ പറഞ്ഞു, എന്താ അറിയില്ല, ഓളിപ്പോൾ പോകാൻ കൂട്ടിക്കണില്ല. ഓള് പറഞ്ഞു, ഇനി എക്സാമിന് പോയാൽ മതിയമ്മ, അതിന് മുമ്പായിട്ടൊന്നും പോവൊന്നും വേണ്ട എന്നൊക്കെയാണ് പറഞ്ഞത്.
പിന്നെ കുട്ടികളെ ഇഷ്ടമല്ലേ, പിന്നെ നമ്മൾ ഉന്തി പറഞ്ഞേക്കാതെ ചെറിയ കുട്ടികളൊന്നുമല്ലല്ലോ. ചെറിയ കുട്ടികളാണെങ്കിൽ വടിയെടുത്ത് അടിച്ച് കൊണ്ടാക്കൊക്കെ ചെയ്യുക. പക്ഷേ ഇത് വലിയ കുട്ടികളാകുമ്പോൾ ഓൽക്ക് ഓരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ വല്ലാതെ ആ ഭാഗത്ത് കണ്ട് ശ്രദ്ധിച്ചതുമില്ല. എന്തായാലും ഓരോ ഇഷ്ടം പോലൊക്കെ ചെയ്യട്ടെ, അല്ലാപ്പോൾ എന്താ. ഉമ്മയുടെ ആ സംസാരത്തിൽ ശരിക്കും നിരാശ കലർന്നിരുന്നു. ഷിഫയുടെ ഉമ്മ അത് ശ്രദ്ധിച്ചു. സാരല്ല, എന്തപ്പോൾ ചെയ്യലേ. കുട്ടികളൊരു കാര്യം, സത്യം പറഞ്ഞാൽ അവളെ കല്യാണം കഴിഞ്ഞതിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇവളൊരുപാട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അല്ലെങ്കിലും പെൺകുട്ടികൾ എത്ര നേരത്തൊന്നും കെട്ടിക്കരുതില്ലായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, അത് സാരല്ല, പഠിച്ചോൻ്റെ വിധി. ഷിഫയുടെ ഉമ്മ അവളുടെ ഉമ്മയെ സമാധാനിപ്പിച്ചു. നുസൈബ അടുക്കളയിലേക്ക് ചായ ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. അപ്പോഴേക്കും ഷിഫ അങ്ങോട്ട് വന്നു. എടി പെണ്ണേ, നീ ഇവിടെ വന്നേ, ചായ ഒന്നും ഇപ്പോൾ വേണ്ട. അല്ലടി, അത് പറഞ്ഞാൽ പറ്റില്ല. അല്ല, ഇവിടെ വാ, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. വാ, നമുക്ക് ഈ മുറ്റത്തിൻ്റെ ഈ ഭാഗത്തേക്ക് ഇരിക്കാം. ഇനിയിപ്പോൾ അവിടെ ആകുമ്പോൾ ഉമ്മയും ഒക്കെ കേൾക്കും അത്. എന്താടി? അല്ലേ, ഞാൻ വെറുതെ ഒന്ന്. വാ. നുസൈബയെയും കൂട്ടി ഷിഫ വീടിൻ്റെ അപ്പുറത്തേക്ക് ചെന്നു. അവിടെ പഴയൊരു ബെഞ്ച് ഉണ്ടായിരുന്നു. ആ ഒരു ബെഞ്ചിൽ 2 പേരും ഇരുന്നു. ഷിഫ അവളോട് പറഞ്ഞു, നുസൈബ, സത്യമായിട്ടും നീ ക്ലാസ്സിന് വരുന്നില്ലേ? എടി, ഇനി ഞാൻ വരേണ്ട ആവശ്യമില്ല, ഞാൻ എക്സാം എഴുതിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് ഇപ്പോൾ കാര്യമായിട്ട് റിഹേഴ്സലല്ലേ? അതേടി, നല്ല രീതിയിൽ ഇപ്പോൾ എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സിലെ പല കുട്ടികൾക്കും സന്തോഷമാണ്. എന്തിന്? അതെ, നീ റാങ്ക് വാങ്ങൂലല്ലോ, ഇനി ഒരുപാട് ക്ലാസ് നഷ്ടാവില്ലേ. അതുകൊണ്ട് നിനക്ക് അവരെ പോലെ അത് റാങ്ക് ഏൺ ചെയ്യാൻ കഴിയില്ല എന്നാണ് അവരുടെ വിശ്വാസം. ഇപ്പോഴാണ് പലർക്കും സമാധാനമായത്. അതുകൊണ്ട് പിന്നെ നുസൈബ, നീ നല്ല രീതിയിൽ വീട്ടിൽ നിന്നാണെങ്കിലും പഠിക്കണം കേട്ടോ. എന്തായാലും നമ്മൾ 2 പേരും ഉദ്ദേശിച്ചത് നീ നേടിയെടുക്കണം. അതിന് നിനക്ക് കഴിയും എന്നെനിക്കറിയാം. നുസൈബ ചിരിച്ചു. ഹെഡി, അങ്ങനെയൊന്നും ഞാനൊരിക്കലും ചിന്തിച്ചിട്ടില്ല. പിന്നെ പാസ്സാവണം, അത് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു. അല്ലാതെ ഉയർന്ന റാങ്ക് എന്നതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എടി പെണ്ണേ, നിനക്കതിന് കഴിവുണ്ടെന്ന് സാറും മിസ്സും എപ്പോഴും പറയുമായിരുന്നല്ലോ. പിന്നെ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പറയാണ്, അതേ, ടീച്ചർക്കും സാറിനൊക്കെ എന്തൊരു ഇഷ്ടമായിരുന്നു അവളെ. ഇപ്പം എന്തായി, അവൾ പഠനം ഉപേക്ഷിച്ച് പോയില്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കുകയാണ്. ഷിഫ, എൻ്റെ മാനസികാവസ്ഥ അതവരൊന്നും അറിയുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ആരോടും ഒരു ദേഷ്യം വെറുപ്പൊന്നുമില്ല. എല്ലാവരും വിജയിക്കണം, എല്ലാവരും പ്രയത്നിക്കണം, എല്ലാവരും പാസ്സാവണം, അത് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവരും കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. കഷ്ടപ്പെട്ട ക്യാഷ് കൊടുത്ത് അത് ഒരു ഉപകാരത്തിൽ ആകാതിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പാവാണ്. ഒന്നുമില്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയായിരിക്കും. അതുകൊണ്ട് ഷിഫ, എനിക്കാഗ്രഹം എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് റാങ്ക് വാങ്ങണം എന്നതാണ്. ഒരാളും തോറ്റു പോകരുത്, അതാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും. കാരണം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അതിൻ്റേതായിട്ട് ഓരോ വിഷമങ്ങളും ടെൻഷനുകളും. ജീവിതത്തിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കണം, അതാണ് ഞാൻ കൊതിക്കുന്നത്. എല്ലാവരും എന്നെപ്പോലെ ദുഃഖം അനുഭവിക്കുന്നവർ ആരും ഉണ്ടാവാൻ പാടില്ല. ഷിഫ, നുസൈബ, നിൻ്റെ മനസ്സ് എത്രമാത്രം ക്ലിയറാണെടി. എല്ലാവരെക്കുറിച്ചും നീ അങ്ങനെ ചിന്തിക്കുകയാണ്, അത് ഏറ്റവും നല്ലൊരു കാര്യവുമാണ്. ഷിഫ നുസൈബയുടെ കൈ പിടിച്ചു. അവൾ വെറുതെ ഒന്ന് അവളുടെ വിരലിലേക്ക് നോക്കി. ഇല്ല, ആ മോതിരം അവൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. അവൾ ഒരു നിമിഷം നുസൈബയുടെ മുഖത്തേക്ക് നോക്കി. നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ, ഞാനത് ഊരി മാറ്റി. ഇനി എനിക്കത് വേണ്ടല്ലോ. ഒരിക്കലും ആ പേര് ഞാൻ ഉച്ചരിക്കില്ല. എനിക്കത് പറ്റൂലല്ലോ, ഹറാമല്ലേ. ഒരിക്കലും അങ്ങനെ ഞാൻ ചിന്തിക്കൂല. എൻ്റെ ഭർത്താവ് മരിച്ചു പോയിക്കാണെങ്കിൽ ഒരിക്കലും ഞാനതൊന്നും ഉപേക്ഷിക്കില്ലായിരുന്നു, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഓർമ്മക്ക്. പക്ഷേ ഇതല്ലല്ലോ, എന്നെ ഉപേക്ഷിച്ചതല്ലേ. അതുകൊണ്ട് ഇല്ല ഷിഫ, ഒരിക്കലും ഞാൻ അത് അണിയൂല. സത്യമായിട്ടും. മിടുക്കി, നല്ല കുട്ടിയാണ് നീ. ഇപ്പോഴാണ് നിനക്ക് ബുദ്ധി വെച്ചത്. നുസൈബ അത് കേട്ട് ചിരിച്ചു.
നുസൈബ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. നമ്മളെ ഭാഗം ചിന്തിക്കാത്തവരെക്കുറിച്ച് നമ്മൾ അങ്ങോട്ടും ചിന്തിക്കരുത്. പക്ഷെ നീ അങ്ങനെയല്ല. നീ മൊത്തത്തിൽ എല്ലാവരെയും സ്വഭാവമല്ല നിനക്ക് ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിലും നീ അങ്ങോട്ട് കൊടുക്കാൻ നല്ല ഉഷാറാണ്. അത് സ്നേഹമായാലും എന്തൊക്കെ തന്നെയായാലും ഒരിക്കലും നീ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നിൻ്റെ അടുക്കലുള്ള സഹകരണവും സ്നേഹവും നിന്നെക്കൊണ്ട് എന്തൊക്കെ ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും അതെല്ലാം നീ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. നുസൈബ തല താഴ്ത്തി. ഓരോ നിമിഷം ഷിഫ ചിന്തിക്കുന്നു, എന്തായാലും അവളുടെ ഫൈസൽ അവളെ ഒഴിവാക്കി. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും എല്ലാം തെറ്റാണ്. ശരിയാണ്, അതങ്ങനെ ഒരു ഇല്ലല്ലോ അങ്ങനെയൊന്നും. അതിലൊരുപാട് ആ കുട്ടി വിഷമിച്ചു. അപ്പോൾ ഇപ്പോൾ ഏതായാലും അവൾ ഭർത്താവില്ലാത്ത ഒരു പെൺകുട്ടിയാണ്. ആ ഭർത്താവൊക്കെ ഉപേക്ഷിച്ച് പോയി. ഇപ്പോൾ ഒന്നുമില്ല, അവളിപ്പോൾ ഫ്രീ ആണ്. ഞാൻ ആ മറ്റേ കാര്യം ഒന്ന് പറഞ്ഞു നോക്കിയാലോ നുസൈബയോട്, ഷമ്മാസിൻ്റെ കാര്യം. ഒരു പക്ഷേ അവളത് കേൾക്കുമ്പോൾ പൊട്ടിത്തെറിക്കും, ദേഷ്യപ്പെടും, സങ്കടപ്പെടും. നിനക്ക് എങ്ങനെ ഇതെന്നോട് പറയാൻ തോന്നി ഷിഫ എന്ന് പറഞ്ഞ് അവൾ ഒരുപാട് കരയും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ, അല്ലെങ്കിൽ വേണ്ട, ഹിജാബി എവിടെയെന്ന് ഷമ്മാസ് ചോദിച്ചു എന്ന് പറഞ്ഞാലോ. ഒരു പക്ഷേ ഇപ്പോൾ അവൾ ഭർത്താവൊന്നും ഇല്ലാത്തൊരു പെണ്ണല്ലേ, ഫ്രീ ആണല്ലോ. എത്രയൊക്കെ തന്നെയായാലും ഇതുവരെ ഒരാൾ മനസ്സിൽ കൊണ്ടു നടന്ന അവൾക്ക് മറ്റൊരു ആണിൻ്റെ സാന്നിധ്യം അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. എങ്കിലും എന്തെങ്കിലും ഒരു പക്ഷേ മാറ്റം വന്നാലോ ആ ഫൈസലിൻ്റെ ഓർമ്മക്ക് എന്തെങ്കിലും ഒരു വിരാമം ഇടാനും അത് കാരണമാകും. ആ ഭാഗം പറ്റി അങ്ങ് മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. തീരെ മനസ്സിൽ ആ ഒരു ചിന്ത പാടില്ല. അതിനുള്ള ഒരു അടവ് പ്രയോഗിച്ചാലോ തൽക്കാലം സക്സസ് ആവുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. എങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാം. ഷിഫ, നീ എന്താ ആലോചിക്കുന്നത്? എന്നെക്കുറിച്ചാണോ? ഹേയ്, ആരും എന്നെക്കുറിച്ച് ചിന്തിക്കണ്ട. എനിക്ക് പടച്ച റബ്ബ് പരീക്ഷണങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ സഹിച്ചു തീർത്തു. അള്ളാഹുവേ, ഇനിയും എന്നെ നീ പരീക്ഷിക്കരുത്. നിങ്ങൾക്ക് ആർക്കും എൻ്റെ ഒരു വിധി ഇല്ലാതിരിക്കട്ടെ. എട്ടും പൊട്ടും തിരിയാത്ത ആ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞു, ശരിയാണ്. പക്ഷെ ചില ആളുകൾ നന്നാവും, ചില ആളുകൾക്ക് പഠിച്ചോൻ ബുദ്ധിമുട്ട് നൽകും. നീ വിഷമിക്കല്ലടി. അതെ, ഞാൻ നുസൈബയോടൊരു കാര്യം പറയട്ടെ. എന്താടി അത്? നീ ഇപ്പോൾ നിൻ്റെ ഇക്കയെക്കുറിച്ച് ഒരുപാട് ഓർത്ത് വിഷമിച്ച് കരഞ്ഞ് കാത്തിരുന്ന് ഒന്നും ഉണ്ടായില്ല അല്ലേ? അത് ലാസ്റ്റ് നിന്നെ ഒഴിവാക്കി. അത് കേട്ടപ്പോൾ നുസൈബയുടെ മനസ്സ് വേദനിക്കുകയാണ്. ഹേയ്, നീ വിഷമിക്കല്ലേ. വിഷമിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ നീ ഒരാളെ അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും നിനക്ക് അല്പം പോലും സ്നേഹം കിട്ടിയിട്ടില്ലല്ലോ. പക്ഷേ നീ അറിയാതെ മറ്റൊരാൾ സ്നേഹിക്കുന്നുണ്ട് നുസൈബ. അത് നിനക്കറിയോ? പഠിച്ചോനെ, എന്നെയോ? ഹേയ് ഷിഫ, അങ്ങനെയൊന്നും പറയല്ലടി. എന്നെ ആരും സ്നേഹിക്കാൻ? എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയൊരു സ്നേഹം. എനിക്ക് സ്നേഹം കിട്ടിയിട്ടുള്ളത് അതാ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയിൽ നിന്നായിരുന്നു. അല്ലാതെ ഒരാണും എന്നെ സ്നേഹിച്ചിട്ടില്ല, സത്യമായിട്ടും. അല്ല നുസൈബ, ഒരിക്കലുമല്ല. നിൻ്റെ ഭർത്താവ് നിന്നെ സ്നേഹിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി ഒരാൾ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് നിനക്കറിയോ? നീ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. എന്നെ അങ്ങനെ ആരും സ്നേഹിക്കാനേ ഇല്ല. എന്തിന്? ഞാൻ അങ്ങനത്തെ കുറിച്ചൊന്നും ചിന്തിക്കാറേ ഇല്ല. അതല്ലടി, അത് സത്യമായിട്ടും ഞാൻ അറിഞ്ഞതാണത്, ഞാൻ കേട്ടതാണ്. പഠിച്ചോനെ ഷിഫ, നീ എന്താ പറയുന്നത്? ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്ന രീതിയിൽ. ഹേയ്, അങ്ങനെയൊന്നല്ലടി. ഒരാൾക്കൊരു പെണ്ണിനോട് മനസ്സിലൊരിഷ്ടം തോന്നിയാൽ അത് അവരെ യഥാർത്ഥമായി ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ആയിരിക്കും. അവരോട് വല്ലാത്ത സ്നേഹമായിരിക്കും. അങ്ങനെ ഒരു ആൾ നുസൈബ
നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് നീ അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ലടി, ഒരിക്കലും. അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നേ ഇല്ല. എൻ്റെ ജീവിതത്തിലെ ഒരു വിഷമം, അത് ആ ഒരു ഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഇനിയും ഞാൻ അങ്ങനെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും ഇല്ല. ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടുകാരെ നോക്കി, ഉമ്മയെയും ഉപ്പയെയും നോക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഉപ്പക്കാണെങ്കിൽ ഒരു ആൺമക്കളോ ആൺതരിയോ ഇല്ല ഒന്ന് സഹായിക്കാൻ. അത് ഇപ്പോൾ വളർന്നു നിൽക്കുന്നത് ഞാനാണ് എൻ്റെ ഉപ്പയുടെ കൈത്താങ്ങ്, അല്ലാതെ ആരുമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ എനിക്കൊരു ഉദ്ദേശമുണ്ട്. എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നേടണം. എനിക്ക് എൻ്റെ കുടുംബം പോറ്റി വളർത്തണം. അല്ലാതെ എൻ്റെ ഉപ്പയെ ഒരിക്കലും ഇനി കൂടുതലായിട്ട് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എൻ്റെ ഉപ്പ സുഖമില്ലാത്തൊരു മനുഷ്യനാണ്. നുസീബ, ഈ പറയണതൊക്കെ ശരിയാണ്. എൻ്റെ തീരുമാനം നല്ലതാണ്. നിൻ്റെ കുടുംബത്തെ നോക്കാൻ നിന്നെക്കൊണ്ട് കഴിയുന്നത്ര ഒരാൾക്കും കഴിയൂല. ആര് തന്നാലും തികയില്ല. അതുകൊണ്ട് എന്തൊക്കെ തന്നെയായാലും നിൻ്റെ ആഗ്രഹവും നിൻ്റെ സ്വപ്നവും പഠിച്ചോൻ പൂവണിക്കട്ടെ എന്ന് ആദ്യം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ എന്തൊക്കെ തന്നെയായാലും ഒരു ജീവിതത്തിൽ ഒരാണുണ്ടാവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മളെക്കൊണ്ട് കഴിയാത്ത കാര്യം ചെയ്യുവാൻ ഒരു പക്ഷേ ആണുങ്ങൾക്ക് കഴിയും. ഒരു ആൺതരി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എല്ലാത്തിനും വളരെയധികം സഹായകരവുമാവും. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ആണിനോട് ഉപമിക്കാൻ പറ്റില്ലല്ലോ. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പെണ്ണുങ്ങളെ സൃഷ്ടിച്ചത് വാരിയല് കൊണ്ടല്ലേ. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാവും അവർക്ക്. ഒരിക്കലും ഒരു ആണിനോളം വളരാൻ ഒരു പെണ്ണിനും കഴിയില്ല. നുസൈബ എന്ത് പറയണമെന്നറിയാതെ പകച്ചുപോയി. ശരിയാണ് ഷിഫ, അതൊരിക്കലും കഴിയില്ല. ആണുങ്ങളെന്ന് പറഞ്ഞാൽ അള്ളാഹു അവരങ്ങനെയാണ് പടച്ചത്. ഒരിക്കലും ഒരു പെണ്ണിനെ ആണിനെ പോലെ ആകാൻ കഴിയില്ല, ഒരിക്കലും. എന്തൊക്കെ തന്നെയായാലും ആണുങ്ങൾക്ക് ഇല്ലാത്ത പലതും പെണ്ണുങ്ങൾക്കുണ്ട്. അത് അനുഭവിക്കേണ്ടി വരുന്നത് അവർ തന്നെ. ഒരിക്കലും ആണിന് അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊന്നുമില്ല. എന്തൊക്കെ തന്നെയായാലും ശരിയാണ്, അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ആണെന്ന് പറഞ്ഞാൽ അത് അള്ളാഹു അവർക്ക് പ്രത്യേകമായിട്ട് എന്തൊക്കെയോ ഗുണങ്ങൾ നൽകിയിട്ടുണ്ട്, നമ്മൾക്കില്ല എന്നല്ല. പക്ഷേ ഒരിക്കലും പെണ്ണിനാണാവാൻ കഴിയില്ല, അത്ര എത്തിപ്പെടാനും കഴിയില്ല. പക്ഷേ ആണുങ്ങൾ ഇല്ലാത്തവർ, ആൺകുട്ടികളില്ലാത്തവർ, ആങ്ങളമാരില്ലാത്തവർ, ബാപ്പമാർ സുഖമില്ലാത്തവർ എന്ത് ചെയ്യും ഷിഫ? നീ ഒന്ന് പറയേ, എന്ത് ചെയ്യും? നുസൈബ, ഈ ഒരു കാര്യത്തിലാണ് ഞാൻ നിന്നോട് പറയുന്നത്. നുസൈബ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ആൺതുണ ഉണ്ടാകുന്നത് അത്യാവശ്യമാണ്. പെണ്ണുങ്ങൾക്ക് ഒരിക്കലും അവരുടെ കൂടെ എത്താൻ കഴിയില്ല. എന്നാലും അങ്ങനെ ജീവിക്കുമ്പോൾ അതാണ് ഏറ്റവും സേഫ്റ്റിയും. അപ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ, ഷിഫ, നീ വിവാഹത്തെക്കുറിച്ചൊന്നും എന്നോട് പറയരുത്. അല്ലടി, വിവാഹത്തെക്കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല. നീ പഠിച്ച് വിജയിക്കണം, നീ നല്ല രീതിയിൽ പാസ്സാവണം, എന്നിട്ട് നിനക്ക് പഠിച്ച് നല്ല ജോലിയാവണം, അതൊക്കെ തന്നെയാണ്. എന്നാൽ അതിനൊക്കെ ഒരു കൈത്താങ്ങായി, അതിനൊക്കെ ഒരു സപ്പോർട്ടായി നിൽക്കാൻ ഒരു പുരുഷനുണ്ടാകുന്നത് എപ്പോഴും നല്ലതല്ലേ. ഇനിയിപ്പോൾ ഒരു പക്ഷേ നീ റാങ്കൊക്കെ നേടിക്കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്ന സ്ഥലം കുറച്ച് ദൂരെയാണെങ്കിൽ എപ്പോഴും ബസ്സിന് പോകലും വരവും അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ, ഹോസ്റ്റൽ സൗകര്യം ലഭിച്ചില്ലെങ്കിൽ, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ ഒന്ന് പിക്ക് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു സമയമുണ്ടാകും. അല്ലെങ്കിൽ എന്തൊക്കെ വിഷമഘട്ടത്തിലൊക്കെ ഒരാണിൻ്റെ സഹായം വളരെയധികം അത്യാവശ്യമാണ് പെണ്ണിന്. അത് ആവശ്യമില്ലാത്തവരും ഉണ്ടാവും കേട്ടോ, എല്ലാവരെ കുറിച്ചുമല്ല. പക്ഷെ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ അത് അത്യാവശ്യമായിരിക്കും. നുസൈബ എന്ത് പറയണമെന്നറിയാതെ ഷിഫയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. എടി, ഞങ്ങൾ എന്ത് ചെയ്യാനാ? നമുക്ക് അല്ലാഹു ആൺതരിയെ നൽകിയിട്ടില്ല, പിന്നെന്ത് ചെയ്യും? ഞങ്ങളുടെ ഉപ്പാക്ക് സുഖമില്ലാത്ത അവസ്ഥയിലും പക്ഷേ എങ്ങനെയെങ്കിലും വിജയിച്ചല്ലേ മതിയാവൂ. അതാണ് നുസൈബ ഞാൻ നിന്നോട് പറഞ്ഞത്. അത് നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുണ്ടാവും, പക്ഷേ നമ്മൾ പോലും അറിയാതെ
അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു പക്ഷേ നിന്നെ കല്യാണം കഴിക്കട്ടെ, അല്ലെങ്കിൽ നിന്നെ നിക്കാഹ് കഴിക്കട്ടെ എന്നെങ്ങാനും ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും നുസൈബ? എന്ത് പറയും? നുസൈബ ഒന്നും മിണ്ടിയില്ല. എടേ, ഒന്ന് അനുഭവിച്ചതിൻ്റെ വേദന എന്നെ മാറിയിട്ടില്ല. ഇതാ അതിനെ നേറിപ്പുകയിലാണ് ഞാനിപ്പോൾ. അതിൻ്റെ ആ ഒരു വേദന മാറിയിട്ടില്ല ഷിഫ മനസ്സിൽ ഓരോന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. ഷമ്മാസിനോട് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. നിക്കാഹ് കഴിഞ്ഞ പെണ്ണാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും ഭർത്താവ് ഒഴിവാക്കിയ പെണ്ണാണെന്ന് ഞാൻ ഷമ്മാസിനോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്തായിരിക്കും അവൻ്റെ മറുപടി എന്ന് ഞാൻ വിചാരിച്ചിട്ടുമില്ല. രണ്ടുപേരോടും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാര്യങ്ങളെല്ലാം വളരെയധികം നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നോക്കുക. അഥവാ അങ്ങനെ ഞാൻ അവളെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നുസൈബയുടെ വീട്ടുകാർക്ക് അതൊരു വലിയ ആശ്വാസമായിരിക്കും. അതും കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല വലിയ മൊബൈൽ ഷോപ്പും സമ്പത്തും സ്വത്തൊക്കെ ഉള്ള ആളുകളൊക്കെ അല്ലേ. കണ്ടാൽ തന്നെ അറിയാലോ ഷമ്മാസിനെ ഒരു ഹൈ ലെവൽ ടീമാണെന്ന്. അവൻ്റെ ആ വണ്ടി തന്നെ കണ്ടറിയില്ലേ. എന്തായാലും എന്തൊക്കെയാണാവോ, അല്ലാഹുവേ, മനസ്സിലാഗ്രഹമുണ്ട് നല്ലൊരു ജീവിതം ഓരോരുത്തർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മളൊരു ഹേതുവാന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമല്ലേ. ഷിഫയും നുസൈബയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വന്ന് വിളിക്കുന്നു, മക്കളെ നിങ്ങളെവിടെ? അപ്പോൾ ഷിഫയുടെ ഉമ്മ പറഞ്ഞു, അവരെ വർത്താനം തീരൂല, എപ്പോഴും വീട്ടിൽ വന്നാലായാലും ഒക്കെ കോൾ ചെയ്തുകൊണ്ടും പിന്നെ ക്ലാസ്സിൽ ഒരുമിച്ച് അങ്ങനെയല്ലേ, അപ്പോൾ ഒരുപാട് അവർക്ക് പറയാനുണ്ടാവും. എൻ്റെ കുട്ടി വർത്താനം പറഞ്ഞോട്ടെ, അങ്ങനെയെങ്കിലും അവളുടെ മനസ്സത്തെ ദുഃഖമൊക്കെ ഒന്ന് മാറട്ടെ. എന്തപ്പോൾ ചെയ്യാം, നിങ്ങൾ കരയില്ലേ, സങ്കടപ്പെടില്ലേ, ഓൾക്ക് ആശ്വാസം പകരേണ്ടത് നമ്മളൊക്കെ തന്നെയല്ലേ. അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല കുട്ടി കഴിഞ്ഞു പോണത്. അപ്പോൾ നമ്മൾ ഒന്നും കൊണ്ടും വിഷമിപ്പിക്കരുത്. മോളെ ഷിഫ, ഉമ്മ വിളിക്കുന്നു. അവൾ ഉമ്മയുടെ അടുക്കലെത്തി. എന്തുമ്മ? അല്ലേ, നുസൈബയെ നല്ല രീതിയിൽ പറഞ്ഞ് ആശ്വസിപ്പിക്കട്ടോ. വിഷമമുള്ളതൊന്നും പറയാതെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവളെ സെറ്റാക്കി എടുക്കണം. അവളുടെ ജീവിതത്തിൻ്റെ ഊർജ്ജസ്വലതയിലേക്ക് അവളെ എത്തിക്കണം. നല്ല രീതിയിൽ അവൾ പഠിച്ച് ഉഷാറാവട്ടെ, അതല്ലേ നമ്മൾക്കും കാണാൻ ആശ്വാസം. ഉമ്മ അതൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും അതാ ഉമ്മ അവരെ ചായ കുടിക്കാൻ വേണ്ടി വിളിക്കുന്നു. വരി മക്കളെ, ഇരിക്കുമ്മ, എല്ലാവരും ചായ കഴിക്കും. ഇതൊന്നും വേണ്ടില്ലായിരുന്നോ? അല്ല, അതിപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്നും ആദ്യമായിട്ട് വന്നിട്ട് അതും ഞാൻ ഒന്നും കൊണ്ടുവച്ചിട്ടുമില്ല, ഇവിടെ ഉള്ള വെച്ചങ്ങോട്ട് അത് സാരമില്ല, അതിനിപ്പോൾ എന്താ, ഇതന്നെ വലിയതല്ലേ. പിന്നെ എന്തായാലും ഷിഫയും നുസൈബയും ഒന്ന് കണ്ടുമുട്ടില്ല, അവൾക്കൊന്ന് ആശ്വാസമായിട്ടുണ്ടാവും. മറ്റേതവൾക്കൊരു സുഖമില്ലായിരുന്നു അവളെ കാണണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് ക്ലാസ്സും ഇല്ല, ക്ലാസ്സിന് പോലും ഇല്ല, അങ്ങനെയൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ ഇവൾക്ക് തന്നെ ഒരു മടുപ്പാണ് ഇപ്പോൾ ക്ലാസ്സിൽ പോകാൻ. കാരണം അവരൊക്കെ ഒരുപാട് കുട്ടികൾ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞു. ഇവളും ഷിഫയും ഒരു ടീമാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവുമല്ലോ എല്ലായിടത്തും. എന്തായാലും പഠിച്ചോൻ കാക്കട്ടെ നമ്മളെ കുട്ടികളൊക്കെ. ഇന്ന് ഞങ്ങളെന്താണ്ട് ഇറങ്ങിയാലോ? നുസൈബയുടെ ഉമ്മയോട് ഷിഫയുടെ ഉമ്മ പറയുന്നു. അപ്പോൾ നുസൈബയുടെ മുഖമൊന്ന് വാടി, ഷിഫയുടെയും. എന്താ കൂട്ടുകാരികൾ വർത്തമാനം പറഞ്ഞ് മതിയായിട്ടില്ലേ? എന്താണ് ഇപ്പോൾ ഇത്ര കാര്യപ്പെട്ട ചർച്ച? ഇത്രയും കാര്യപ്പെട്ട ചർച്ച എന്താണ്? പിന്നെ ഷിഫയെ ഉമ്മ വിളിച്ചു. അവൾ ആദ്യത്തെ കെട്ടിയവനെ കുറിച്ചൊന്നും പറഞ്ഞു പോരുതിട്ട് മോളെ, ഓൾക്ക് ഇനിയും വിഷമം വരും. ഉമ്മ അതങ്ങനെയല്ല, ആദ്യത്തെ കെട്ടിയവനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അവൻ്റെ പേര് കേൾക്കുന്ന ദേഷ്യം. എപ്പോഴും അവളിങ്ങനെ ഫൈസലി പറഞ്ഞിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു ഇനി മേലിൽ നീ അത് ഉച്ചരിക്കരുതെന്ന്. ഇപ്പോഴേ ഞാൻ വേറൊരാളെ കുറിച്ചാണമ്മ ഓളോട് സംസാരിച്ചത്. വേറെ ആളോ? അതാരാ മോളെ? അല്ലേ, ഞങ്ങളെ കോളേജിൻ്റെ അടുത്ത് ഒരു മൊബൈൽ ഷോപ്പുണ്ട്, അതിലൊരു മുതലാളി ചെക്കനുണ്ട്. ആ ചെക്കൻ എപ്പോഴും ഇങ്ങനെ ഹിജാബി എവിടെ എന്ന് എന്നോട് ചോദിക്കും. ആഹാ, അതെപ്പോ? അതെ ഉമ്മ, വെറുതെ ചോദിക്കായിരിക്കും, കാണാത്തപ്പം ഹിജാബി വന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഓളോട് ഓനക്കൊരു ഇഷ്ടമുണ്ടോയെന്നൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്. മാഷാ അല്ലാ, പഠിച്ചാൽ കുട്ടീനെ ഹൈറിലാക്കട്ടെ. അല്ലെങ്കിലും ഒരു ദുഃഖത്തിനൊരു സന്തോഷം ഉണ്ടാവും എന്നാണല്ലോ എല്ലാവരും പറയണത്. തൽക്കാലം മോളിപ്പോൾ ആരോടും പറയുന്നു വേണ്ടിട്ടോ.
ഹയറാണെങ്കിൽ ശരിയാവട്ടെ, അവർക്കൊരു ജീവിതം കിട്ടട്ടെ. പാവം ഒരാണുങ്ങളും ഇല്ലാത്ത ജീവിതമല്ലേ അവരുടേത്. മക്കളില്ല, സുഖമില്ലാത്ത ഉപ്പ, അങ്ങനെയൊക്കെയല്ലേ. എല്ലാത്തിനും ഒരു നല്ലൊരു മരുമകനുണ്ടെങ്കിലും വലിയൊരു ആശ്വാസമാണല്ലോ അത്. പിന്നെ മോളെ, തൽക്കാലം ഒന്നും പറയണ്ട ആരോട് കേട്ടോ. അള്ളാഹുവിൻ്റെ വിധി ഉണ്ടെങ്കിൽ ഹൈറാണെങ്കിൽ നടക്കട്ടെ. എന്തായാലും ഇപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. അതൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞ് പഠിക്കാനൊക്കെ പോയി ജോലിയൊക്കെ റെഡി ആകുമ്പോഴേക്കൊക്കെ അങ്ങനെയൊക്കെ നോക്കാം. അതായിരിക്കും നല്ലത്. ഉമ്മ അപ്പോഴേക്കും ആ മുതലാളി ചിക്കൻ വേറെ കെട്ടുമെന്നുണ്ട് സംശയം. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഉമ്മ, നല്ല ഗ്ലാമറുള്ള അടിപൊളി ചെക്കനാണ്. എന്താന്നാ നല്ല ഹൈ ലെവൽ ടീമാണ്. ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരുപാട് പെൺകുട്ടികൾ അവനെങ്ങനെ വളക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ആളെങ്ങനെയെന്ന് വെച്ചാൽ നല്ലൊരു പെരുമാറ്റമാണ്. പെൺകുട്ടികളുടെ മുഖത്തേക്കൊന്ന് നേരിട്ട് നോക്കുക, സംസാരിക്കുക, ആവശ്യമില്ലാത്ത പറയാം, അങ്ങനെയൊന്നുമില്ല. വളരെ നല്ല രീതിയിലുള്ള ചെക്കന്, അടിപൊളി ചെക്കന്, ഏതൊരു പെണ്ണും ഇഷ്ടപ്പെട്ടു പോകുന്ന ചെക്കനാണ്. ഷിഫയും ഉമ്മയും അങ്ങനെ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നുസൈബയുടെ ഉമ്മ പറഞ്ഞു, എന്താ ഉമ്മയും മോളും നല്ല സ്വകാര്യം പറിച്ചിട്ടാണല്ലോ. അതോളോ ഓരോ കാര്യങ്ങൾ എന്നോട് പറയും, എന്തുണ്ടെങ്കിലും എന്നോട് വന്ന് പറയും. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് നല്ലത്. മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഉമ്മമാരോട് പറഞ്ഞാൽ അതെല്ലാം കൊണ്ടൊരു ആശ്വാസമായിരിക്കും. അതുമല്ല, അവർക്കൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ നമ്മൾ നിൽക്കുകയും വേണം. അതെൻ്റെ മോൾ അങ്ങനെ തന്നെ, എന്ത് കോളേജത്തെ സംഭവമാണെങ്കിലും എന്ത് തന്നെ ആയാലും എന്നോട് വന്ന് പറയും. എന്നോട് വന്ന് പറഞ്ഞ് ഞങ്ങളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിക്കുക എന്തെങ്കിലുമൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. അല്ലെങ്കിലും ഉമ്മമാരും മക്കളും ഫ്രണ്ട്സിൻ്റെ രീതിയിൽ കഴിയണം എന്നാണല്ലോ. അങ്ങനെ ആകുമ്പോൾ മക്കൾക്കൊരു ഭാരം ഉണ്ടാവില്ല, ഉമ്മമാർക്കും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ്. ഇന്നാലേ ഞങ്ങളങ്ങോട്ട് ഇറങ്ങിയിട്ട് കേട്ടോ, ഒരുപാട് സമയമായില്ലേ സംസാരിച്ചിരുന്നിട്ട്. ഷിഫയും നുസൈബയും അത് കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. അവർ സലാം ചൊല്ലി പിരിയുന്നു. ഓട്ടോ വിളിക്കാം, എന്നാൽ പിന്നെ എളുപ്പമായിരിക്കും. മറ്റേത് നിങ്ങൾക്ക് ബസ് സ്റ്റോപ്പിൻ്റെ അങ്ങോട്ടേക്ക് നടന്ന് ബസ്സിന് പോകേണ്ടി വരും. നേരത്തെ വന്ന ഓട്ടോയെ പറഞ്ഞു വിട്ടും ചെയ്തു. ഇപ്പോൾ ഒരുപാട് ടൈമായില്ലേ, അല്ലെങ്കിലും വെയിറ്റിങ്ങിൽ അത്ര ടൈം നിൽക്കുന്നതും. അപ്പോഴേക്കും ഉപ്പയോട് പറഞ്ഞ് ഒരു വണ്ടി വിളിക്കുന്നു. ഓട്ടോറിക്ഷ അതാ അവരുടെ വീടിൻ്റെ പടിക്കലെത്തി. എന്നാൽ പോട്ടെട്ടോ, അസ്സലാമു അലൈക്കും. അവർ അതാ ഓട്ടോയിൽ കയറി പോകുന്നു. നുസൈബ അവർ പോഴ ആ വഴിയെ തന്നെ കണ്ണും നട്ട് നോക്കി നിൽക്കുകയാണ്. ഉമ്മ പറഞ്ഞു, എടി അവർ പോയില്ലേ, ഇനി ഇങ്ങോട്ട് അകത്തേക്ക് പോരുമോ, വാതിലടക്കുക, അവരൊക്കെ പോയി കഴിഞ്ഞില്ലേ. പക്ഷേ അപ്പോഴെല്ലാം നുസൈബയുടെ മനസ്സിൽ അതായിരുന്നു ഷിഫ പറഞ്ഞതിനെക്കുറിച്ച്. പഠിച്ചോനെ, എന്നെ ആരാണ് ഇങ്ങനെ ചോദിച്ചത്? എന്നെ ആരായിരിക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾ? ഹേയ്, അങ്ങനെയൊന്നും ഒരിക്കലും വരാൻ വഴിയില്ല. എനിക്ക് അതിനോട് താല്പര്യവുമില്ല ഒരിക്കലും. എന്നാൽ എനിക്ക് പേടിയാണ്. എന്നെ ഇനി ഒരാളും സ്നേഹിക്കണ്ട, എന്നെ ഒരാളും ഇഷ്ടപ്പെടേണ്ട. കാരണം ഒന്ന് തന്നെ മതിയായി, പൂതി കെട്ടുപോയി. വിവാഹ ജീവിതം എന്നുള്ളത് വളരെ പേടിയുള്ളതായി എനിക്ക് മാറി. പേടിയാണ് എനിക്ക്. ഇനി എനിക്ക് ആ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പഠിച്ചവനെ എനിക്ക് പേടിയാണ്. സത്യം പറഞ്ഞാൽ അത് ഒരു നരകതുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭർത്താവിൻ്റെ അടുക്കലുള്ള സ്വഭാവം കൊണ്ട്, അല്ലാതെ വീട്ടിലുള്ള ഉമ്മയുടെ സ്വഭാവവും ഒന്നുമല്ല. എല്ലാം നല്ലതാണ്. പക്ഷേ എൻ്റെ ഭർത്താവ് എന്നെ ഉപദ്രവിച്ചതും എന്നെ പീഡിപ്പിച്ചതും എല്ലാം നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടി തോന്നാണ് വിവാഹം എന്നത്. ഹേയ്, അതിനെക്കുറിച്ച് ഞാനിപ്പോഴൊന്നും ചിന്തിക്കുന്നേ ഇല്ല. മോളെ നുസൈബ, ഇങ്ങോട്ട് പോര്, അവിടെ നിൽക്കണ്ട. ഉമ്മയുടെ ആ ഒരു വിളി കേട്ടപ്പോഴാണ് അവൾ ആ സ്വപ്നലോകത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. എന്താ മോളെ? ഷിഫ പോയപ്പോൾ സങ്കടം വന്നു. സാരല്ല കേട്ടോ, എൻ്റെ കുട്ടി നല്ല രീതിയിൽ പഠിച്ചോണ്ടിട്ടോ, അതല്ല അവരൊക്കെ പറഞ്ഞത്. ആ ഉമ്മ, പഠിക്കണം, എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം, എൻ്റെ കുടുംബത്തെ നോക്കണം, അതാണ് എനിക്ക് ആഗ്രഹം ഉമ്മ. സത്യമായിട്ടും ഉമ്മക്ക് ആശ്വാസമായി. കുറേയൊക്കെ ആ ഒരു അവൻ്റെ ഓർമ്മകൾ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തെന്നറിയില്ല, അവൾക്ക് പുതിയൊരു എനർജി വീണ്ടും കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഷിഫ വന്ന് എന്തൊക്കെയോ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ടാവണം നുസൈബ ഒന്ന് ഉഷാറായി കാണുന്നുണ്ട്. ആ പഴയ ടെൻഷൻ, അതിൽ നിന്ന് അവൾ കുറേയൊക്കെ വിമുക്തിയായിട്ടുണ്ട്. ഉമ്മ അള്ളാഹുവിനെ സ്തുതിച്ചു. അള്ളാഹുവേ, അൽഹംദുലില്ലാ, എൻ്റെ കുട്ടിക്ക് അത് നീ മറവി കൊടുക്കണേ റഹ്മാനെ. അവൾക്ക് പുതിയൊരു ജീവിതം, പുതിയൊരു അനുഭവങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള ഒരു ഭാഗ്യം നീ നൽകണം റഹ്മാനെ. ഒരിക്കലും പഴയ
ആ വേദനയേറിയ ജീവിതത്തെക്കുറിച്ച് ഓർക്കാൻ അവൾക്ക് നീ ഓർമ്മ നൽകല്ലേ അല്ലാ. ഉമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.